إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ ആറാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വബുത്തലുൽ യതാമ, യതീമിനെ അതായത് അനാഥകളെ നിങ്ങൾ പരീക്ഷിക്കണം. ഹത്താ ഏതുവരെ ഇദാ ബലഗുൽ നിക്കാഹ, അവർ വിവാഹത്തിങ്കലെത്തിയാൽ എന്ന് പറഞ്ഞാൽ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ, ഫഇൻ ആനസ്തും മിൻഹും, അവരിൽ നിങ്ങൾ കണ്ടറിയുകയാണെങ്കിൽ, റുഷ്ദൻ തന്റെ ഇടം അല്ലെങ്കിൽ വിവേകം കണ്ടറിയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ പ്രായപൂർത്തിയെത്തിയ സമയത്ത്, വിവാഹം പ്രായമെത്തിയ സമയത്ത് അവർ തന്റെ ഇടവും അതുപോലെ വിവേകവും നിങ്ങൾ കണ്ടറിഞ്ഞാൽ, ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, അവരുടെ സമ്പത്ത് അവരിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. വലാ തഅകുലുഹ, നിങ്ങൾ അതിനെ ഭക്ഷിക്കാൻ പാടില്ല. യതീമിന്റെ മുതൽ നിങ്ങൾ തിന്നരുത്. ഇസ്റാഫൻ, അമിതമായും, വബിദാറൻ, ധൃതി പിടിച്ചുകൊണ്ടും തിന്നരുത്. അയ്യകുബറൂഹു, അവർ വലുതാകുന്നതിനാൽ, അവർ വലുതായി പ്രായപൂർത്തിയായി ഈ സംരക്ഷകനെ വിട്ട് പിരിഞ്ഞു പോകും എന്നുള്ള ആ ഒരു അറിവ് ലഭിക്കുമ്പോൾ ധൃതി പിടിച്ചുകൊണ്ടും അമിതമായും അവരുടെ സ്വത്തിൽ നിന്നും ഭക്ഷിക്കുന്ന കർശനമായി നിരോധിക്കുകയാണ്. ഇനി ആ സംരക്ഷകൻ ധനാഢ്യനാണെങ്കിൽ അവൻ മാന്യത പുലർത്തട്ടെ എന്ന് പറഞ്ഞാൽ ആ ധനത്തിൽ നിന്നും ഒന്നും അവൻ എടുക്കേണ്ടതില്ല. ഇനി അവൻ ആ സംരക്ഷകൻ ഫക്കീറാണെങ്കിൽ, പാവപ്പെട്ടവനാണെങ്കിൽ, അപ്പോൾ അവൻ ഭക്ഷിച്ചു കൊള്ളട്ടെ. ബിൽ മഅറൂഫ്, ആചാരപ്രകാരം എന്ന് പറഞ്ഞാൽ മാന്യമായ എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ളത് അവൻ എടുത്തുകൊള്ളട്ടെ എന്നാണ്. ഇനി നിങ്ങൾ അവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, അമ്മാലുമോടെ മുതലിനെ ഏൽപ്പിച്ചു കൊടുത്താൽ, നിങ്ങൾ സാക്ഷികളാക്കണം. അലൈഹിം, അവരുടെ മേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സാക്ഷികളെ കൊണ്ടുവരണം ആ മുതലേൽപ്പിക്കുന്നതിന്. കാരണം പിന്നീട് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ. അല്ലാഹു മതിയായവനാണ്. ഹസീബ, കണക്കു നോക്കുന്നതിന് അല്ലാഹു മതിയായവനാണ്. നോക്കൂ നിങ്ങൾ, യതീമിന്റെ അനാഥകളുടെ സാധന സംരക്ഷിക്കുന്നത് അങ്ങേയറ്റം വിലപ്പെട്ടതായ ഗൗരവമുള്ള ഒരു കാര്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. ഒരിക്കലും അത് വകമാറ്റി ചെലവഴിക്കാൻ പാടില്ല. അതിൽ നിന്നും തട്ടിയെടുത്തൊന്നും ഭക്ഷിക്കാൻ പാടില്ല എന്നൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 40% കമ്മീഷൻ തട്ടിയെടുക്കുന്ന പരിപാടിയൊന്നും അതുമായി ബന്ധപ്പെട്ട് പാടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.